എടാ നിനക്ക് എങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിക്കാൻ പറ്റുമോ? ഒരു 3000 രൂപ മതിടാ. ഞാനൊരു 2 ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി തരാം. വേറെ ഒന്നുമില്ലടാ, വണ്ടിയുടെ അടവ് ആ ഒരു പ്രശ്നമാണ്. വേറൊരു കുഴപ്പമില്ല. നീ ഒപ്പിച്ച് തരാന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം കൊണ്ട് തരാം. വേറൊരു പൈസ കിട്ടാനുണ്ട്, അതുകൊണ്ടാ. എങ്ങനെ, ഗൂഗിൾ പേ അയക്കോ? നോക്ക്, നീ എങ്ങനെയൊക്കെ നോക്കടാ. ഞാൻ അവനോടൊക്കെ ചോദിച്ചു, അവനൊന്നും ഇല്ലാന്നാ പറഞ്ഞേ. എടാ നീയും കൂടി ഇങ്ങനെ പറയലടാ ഉണ്ടാവില്ല എന്ന്. ശരിടാ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഉണ്ടാവില്ല അല്ലേ? എന്തൊക്കെ ചെയ്യേ? നമുക്കൊന്നും സഹായിക്കാൻ ഇപ്പം ആരുമില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ എല്ലാവർക്കും വേണം. ആരുടെ ചോദിക്കുക? നീ ഇവിടെ തുണി എടുക്കുക? അതെ, ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്താൻ വേണ്ടി പോയതാണ്. ഇപ്പം ജനലിൽ കൂടെ നോക്കുന്നുണ്ട്, സേഫിക്ക് അവിടെ നിന്നിട്ട് ആരും എടുത്ത് പൈസ ചോദിക്കണം. കാശിന് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പം ഞാൻ പൈസ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഇതിനകത്ത് പൈസ കുറച്ചുണ്ട്. പൈസ ഞാൻ കൊടുക്കാം, പക്ഷെ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ നിങ്ങളോട് അതുപോലെ ഇല്ലല്ലോ. പക്ഷെ ഇതുവരെ ഉപ്പാന്ന് പറഞ്ഞ വിളിയാവും ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷെ എന്താ ചെയ്യുക, പറഞ്ഞു കൊടുത്തുള്ള മട്ടി. അവനെ പറയുമ്പോൾ ദേഷ്യം വരുന്നത്. എന്തൊക്കെ ശരിയാകും, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും, അതായിരിക്കും ചോദിക്കാൻ മടിച്ചിട്ട് കൂട്ടുകാരോട് വിളിച്ച് ചോദിക്കുന്നുണ്ടാവൂലേ. എന്നാ നിങ്ങൾ തന്നാളെ, ഞാൻ കൊടുക്കാം. ഞാൻ തന്നാന്ന് ഞാനോട് പറയണ്ട. പിന്നെ ഉപ്പാന്ന് വിളിക്കാത്ത കുറച്ച് അമ്മലൊക്കെ ഉണ്ടാവും. വലിയ ചെക്കനായില്ലേ, പിന്നെ എന്തെങ്കിലും വിളിച്ചോളൂ. നമ്മളെന്ത് ചെയ്യാൻ പറ്റുക? വിളിക്ക് പറഞ്ഞ് നമ്മൾ അടിക്കാൻ പറ്റുമോ? സ്നേഹമൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിയണം മാത്രം. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ഉപ്പല്ലല്ലോ. അവനെന്താ തോന്നുന്നത് വെച്ചാൽ ഉപ്പാന്ന് വിളിക്കട്ടെ, സന്തോഷമുള്ളൂ. പക്ഷെ അവന് കാശ് ഇല്ല എന്ന് പറയുമ്പോൾ വിഷമത്തിൽ ആരോടും ചോദിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കത് മോശക്കേടല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നൂന്ന് അവനോട് പറയണ്ട, അവൻ വാങ്ങില്ലായിരുന്നു. നീ നിന്റെ പൈസ നല്ല കൊടുത്താൽ മതി. അതെന്താന്നാ അവന് ദേഷ്യം. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചില്ലേ, അപ്പന്നെ അവനക്ക് ദേഷ്യമാണ്. വേണ്ടെന്ന് ഒരുപാട് പറഞ്ഞേ. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞേ, നീ ഒറ്റയ്ക്കല്ലേ, അവൻ ചെറുതല്ലേ, അപ്പോൾ നീ ഇതിലേക്ക് ഇറങ്ങിക്കോ, നല്ല ചെക്കനാണ്, വേറെ ഒന്നും ആലോചിക്കണ്ടെന്നൊക്കെ പറഞ്ഞ പിന്നെ എൻ്റെ ഇഷ്ടത്തിൽ തന്നെ ഇറങ്ങിയില്ലേ. അപ്പം തൊട്ട് അവനക്കുള്ള ദേഷ്യമാണ്. ഇതൊക്കെ ശരിയാവും. ഇയാൾക്കൊക്കെ നല്ല സ്നേഹമൊക്കെ ഉണ്ട്. അവൻ ഉമ്മ കണ്ട്, അവിടെ കണ്ട് എന്നൊക്കെ പറയാം. ആരെയൊക്കെ കണ്ട്? അവിടെ കണ്ട് എന്നൊക്കെ പറയുന്നാലും ഉപ്പാന്ന് പറയില്ല. പറയും, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാം അവൻ്റെ വായ കൊണ്ട് തന്നെ ഉപ്പാന്ന് വിളിക്കും. അവൻ്റെ ഉപ്പാനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ്. അവൻ്റെ ഉപ്പ പോയി പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നാൽ മതിയാ. അപ്പം എല്ലാവരും പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, അതാണ് അവനക്കൊരു തെറ്റ്. ഉമ്മ കല്യാണം കഴിച്ചില്ലേ എന്നുള്ളൊരു ദേഷ്യമാണ്. ശരിയാകും, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതാക്കട്ടെ, ഞാൻ പൈസ കൊണ്ട് കൊടുത്തിട്ടേ എന്താ പറയണത് നോക്കണം. എന്താ പൈസ നോക്കാം. എന്തൊക്കെ ചെയ്യാം? ആരോടൊന്ന് ചോദിക്കുക. മോനെ, കുറച്ച് പൈസ ഉണ്ട്, മോൻ വെച്ചോ. മോനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉമ്മാനോട് പറയായിരുന്നില്ലേ? എന്തിനാ എന്നോട് പറയാൻ നിനക്ക് മടി? നിനക്ക് പൈസ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മാനോട് ചോദിച്ചോ, ഉമ്മ തരില്ല പൊന്ന. എന്താ നിനക്ക് ഇത്ര വിഷമോ? എന്താണ് നിന്റെ കാര്യം? പറയും, ഉമ്മാനോട് പറയും. നീ മുഖമാടി ഇരിക്കണ്ടല്ലോ. വിഷമമൊന്നുമില്ലമ്മ. ഞാനേ എൻ്റെ കയ്യിൽ പൈസ ഉള്ള സമയത്ത് എത്ര പേരെ സഹായിച്ചിട്ടുള്ള പിള്ളേരെ. ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴേ ആരും സഹായിക്കാനില്ല. എല്ലാവരെയും വിളിച്ചു, ഒക്കെ പറയാം പൈസ ഇല്ല, ഇപ്പം ചിലവായുള്ളൂ, ഇപ്പം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കേട്ടപ്പോൾ എന്താ ഒരുപാട് വിഷമമായി. ആ വണ്ടിയിൽ അടവടയ്ക്കാല്ലാണ്ടേ ഞാൻ ഒരുപാട് 3000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരടുത്തൊക്കെ ചോദിച്ചെന്ന് പറയാം. എന്ത് ചെയ്യുന്നു കൊണ്ടിരിക്കുന്ന സമയത്താ അപ്പം ഉമ്മ പൈസ കൊണ്ടുവന്ന് തന്നെ. ഉമ്മക്ക് അവിടെ നിന്ന് ഈ പൈസ
ഉമ്മക്ക് എങ്ങനെ മനസ്സിലായത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടിരിക്കുകയാണ്? അത് മോൻ ആരോടെ ചോദിക്കുന്നുണ്ട്. ഉപ്പ എന്തോ എടുക്കാൻ വന്നപ്പോ ഈ ആരോടെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ ജനലിൽ കൂടെ നോക്കുമ്പോ സെഫി മോനാണ് ആരോടത്തോ പൈസ ചോദിക്കുന്നുണ്ട്. ഒരു 3000 റുപ്യ വണ്ടിയുടെ അടവെന്ന് എന്തൊക്കെയോ പറയുന്നു. എനിക്കൊന്നും കേൾക്കണില്ല. കണ്ണാടി കൂടെ നോക്കിയ കാരണം ഞാൻ കൊടുത്താവും മേടിക്കില്ല. എന്നാ നീ കൊടുക്ക് പറഞ്ഞിട്ട് ഉപ്പ എൻ്റെ കയ്യിൽ തന്നതാ. ഞാൻ കൂടെ തന്നാണല്ലാണ്ട് ഉമ്മാൻ്റെ അടുത്ത് മോനെ പൈസ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഉപ്പാനോട് ചോദിച്ചു. ഉപ്പാനെ വിളിച്ചൂടെ? ഉമ്മാന്റെ അടുത്ത് ആരാ ഉപ്പാന്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് പൈസ തരാൻ പറഞ്ഞത്? എന്തിനാ മോനെ നീ ഉപ്പാനെ എങ്ങനെ ദേഷ്യപ്പെടുന്നു? പിന്നെ ദേഷ്യപ്പെടാണ്ട് അതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഉപ്പാന്റെ നിന്ന് വാങ്ങിയ പൈസ എനിക്ക് വേണ്ട, ആവശ്യമില്ല. അതെ ഞാൻ എപ്പോഴെങ്കിലും ഉപ്പ ഉപ്പാന്ന് വിളിച്ചിട്ടുണ്ടാ? അതെന്റെ സ്വന്തം ഉപ്പയൊന്നല്ലല്ലോ, രണ്ടാനുപ്പ തന്നെയല്ലേ. രണ്ടാനുപ്പാനെ മനസ്സിൽ ഞാൻ ഉപ്പാന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. ഏതുപ്പ? എവിടത്തെ ഉപ്പ? ഉമ്മയാണ് ഉപ്പ 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 എന്ന് പറയണത്. എന്റെ നാവ് കൊണ്ട് ഇതുവരെ ഞാൻ അയാൾ ഉപ്പാന്ന് വിളിച്ചിട്ടില്ല. ഉമ്മയാണ് ആവശ്യമില്ലാതെ. ഞാൻ അപ്പോഴും ഉമ്മാർത്ത് പറഞ്ഞതാ രണ്ടാമത് കല്യാണം കഴിക്കണ്ടെന്ന്. കുട്ടിയായിരിക്കുമ്പോഴേ എനിക്ക് ബുദ്ധി ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞതാ. ഉമ്മാന്റെ അടുത്ത് ആരാ കല്യാണം കഴിക്കാൻ പറഞ്ഞത്? എന്നിട്ട് എന്നെ ഉപ്പ ഉപ്പ എന്ന് വിളിക്കണം അല്ലേ? അത് കേൾക്കാനല്ലോ ഉമ്മയുടെ ആഗ്രഹം. എനിക്ക് ഒരിക്കലും അങ്ങനെ വിളിക്കാൻ തോന്നൂല്ല, ഞാൻ വിളിക്കൂല്ല. ഉപ്പയാണത്ര ഉപ്പ. എന്തിനാ മോനെ നീ ഉപ്പാനോട് ഇങ്ങനെ കടിച്ചു കയറി വരുന്നേ? നിനക്കൊന്ന് ശരിയായിക്കൂടെ? അത്യാവശ്യം വിവരവും ബുദ്ധിയൊക്കെ ആയില്ലേ? ആ ഉപ്പാന് കല്യാണം കഴിച്ച് എന്തിനാ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചില്ലേ? നീ എത്ര ചെറുപ്പത്താ മോനെ നിന്റെ ഉപ്പ ഇല്ലാണ്ടായത്? ആ ഉപ്പ വന്ന ശേഷമല്ലേ നിനക്ക് വേണ്ടി ഇന്ന് വരെ നിന്റെ കാര്യങ്ങളൊക്കെ ആ ഉപ്പ നോക്കണില്ലേ? വീട്ടുകാരിയെ നോക്കണില്ലേ? ഇല്ലെങ്കിൽ ഉമ്മ വല്ല കോറിയിലേ കല്ല് ചവിക്കാൻ പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വല്ല മണ്ണ് ചവിക്കാനൊക്കെ നല്ലത് നിന്നെ നോക്കാന്. അത് നല്ലത് അല്ലേ? ആ ഉപ്പ നിന്നോട് എന്ത് തെറ്റാ ചെയ്ത്? എൻ്റെ സ്കൂൾ ഫീസ്, എൻ്റെ എല്ലാ ചിലവും, പെരുന്നാളായാലും നിനക്ക് എന്താവശ്യം നീ എന്നോട് പറയുന്നത് കേട്ടാൽ മതി. അപ്പം ഉപ്പ വാങ്ങിക്കൊണ്ട് തരുന്നില്ലേ മോനെ? എന്നിട്ട് നിനക്ക് ആ ഉപ്പാനെ കാണുമ്പോൾ എന്തത്ര ദേഷ്യമെന്ന് എനിക്കറിയണില്ല. എന്തിനാ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഞാനും നീയും കുട്ടിയായിരിക്കുമ്പോൾ നിന്നെയും കൊണ്ട് ഞാൻ എങ്ങനെയാ മോനെ? എല്ലാവരും പറഞ്ഞിട്ട് ആൾ നല്ല മനുഷ്യനാണ്, നമ്മൾ അറിയിക്കേണ്ടതാണ്, ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി. അതുകൊണ്ട് നിനക്ക് ഒരു ദോഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ലല്ലോ. നീ ആ ഫോൺ ചെയ്തിട്ട് ആരോടാ പറയണ കേട്ടത്? അത് ജനലിൽ കൂടി കേട്ടതും ആ മനുഷ്യൻ എന്നെ ബാക്കിൽ തുണിയെടുക്കാൻ പോയപ്പോഴേ അവിടെ വന്ന് പറയണത്, ഷെഫീക്ക് ആരോടോ പൈസ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുത്താൽ മേടിക്കില്ല, നീ പൈസ കൊണ്ട് കൊടുക്ക്, വണ്ടിയുടെ അടവ് എന്തോ പറയുന്നത് കേട്ട് പറഞ്ഞിട്ട് ഇന്ത്യയിൽ കാശ് കൊണ്ട് തന്ന്. ഇത്രയും കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യണില്ലേ? എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണം മോനെ? എന്നിട്ട് എന്തിനാ നിനക്ക് ആ മനുഷ്യനോട് ഇത്ര ദേഷ്യം? ദേഷ്യം തന്നെയാ. ഉമ്മാന്റെ ഈ വർത്തമാനത്തിൽ ഒന്നും ഞാൻ വീഴില്ല. അതെ ഇത് എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീടാ. മതി, ഞാനേ സമ്പാദിക്കാനായിട്ടുണ്ട് ആവശ്യത്തിനൊക്കെ. എനിക്ക് ഉമ്മാനെ നോക്കാനുള്ള കഴിവുമായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അയാളടുത്ത് മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ. എനിക്ക് ആരടുത്തും പറയാനേ, എല്ലായിടത്തും പറയാം എനിക്ക് നടക്കേടാ. എൻ്റെ ഉപ്പയല്ല എൻ്റെ രണ്ടാമത്തെ ഉപ്പ എന്ന് പറയാം, എനിക്ക് നടക്കേടാ. അയാൾ ഇനി വീട്ടിൽ വേണ്ട. ഉമ്മാക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അയാളടുത്ത്. മനസ്സിലായില്ലേ? ഒരു ഉപ്പ വന്നിരിക്കുന്നു. എന്താ ചെയ്യാ പഠിച്ചത്? അവനാണെങ്കിൽ എന്താ മനുഷ്യനോട് ഇത്ര ദേഷ്യം എനിക്ക് എന്നെ ആലോചിച്ചിട്ട് കിട്ടണില്ല. എത്ര കഷ്ടപ്പാട് പെട്ടു തോന്നി, എന്തോരം കഷ്ടപ്പാട്. ആരുടെ അടുത്തൊക്കെ പോയിട്ട് 10 റുപ്യ ചോദിച്ച് ഒരു വയ്യാന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് ഒരു 100 റുപ്യ കാശിതായി, 100 റുപ്യ കാശായി. എത്ര കഷ്ടപ്പാട്, എന്തൊക്കെ ഞാൻ പെട്ടു. മനുഷ്യൻ വന്ന് എന്നെ എപ്പോൾ കല്യാണം കഴിച്ചു അന്ന് തൊട്ട് ഞാൻ സുഖമായി ജീവിക്കുന്നു. ഒരുപാടത്ത് ഇരുന്നാലും വെച്ച് സുഖമായി ഞാൻ ജീവിക്കുന്നു. അവനെ പൊന്നുപോലെ നോക്കണം. എന്നിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാകുള്ള കാരണം ഞാൻ എന്താ ചെയ്യുക? ഞാൻ അവൻ്റെ വാക്കും കേൾക്കണം. ആ മനുഷ്യർക്കാണെങ്കിൽ അവനെ ഭയങ്കര സ്നേഹം. ഈ ചെക്കൻ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഒരു പൊട്ടിക്ക് കൂട്ടാക്കണില്ലല്ലോ, ഇറങ്ങി പോവാനാ പറയുന്നത്. കേൾക്കാണ്ടിരുന്നാ രക്ഷപ്പെട്ടു, കേട്ടിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം വിഷമമാകുമല്ലോ. ഇപ്പം നല്ല റബ്ബെ ഇടയിൽ കിടന്നിട്ട് പറയണം, ഞാൻ എന്താ ചെയ്യും? ആ മോനോട് ഇരിക്കുക. ആ ഉമ്മാക്ക് നിനക്ക് 2 മസാല ദോശ വാങ്ങിയിട്ടുണ്ട്. മസാല ദോശയാ? എനിക്കൊന്നും വേണ്ട. അതെ കൂടുതൽ ഉപ്പ ചമയാനൊന്നും വേണ്ട. എന്തൊക്കെ ആയാലും രണ്ടാനുപ്പ തന്നെയല്ലേ, ആ സാധനം മതി. വല്ലാണ്ട് മസാല ദോശ അതാണ് ഇതാന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ നിക്കണ്ടട്ടാ. ഞാൻ ആവശ്യത്തിന് ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉമ്മ പറയും ചില കാര്യങ്ങളൊക്കെ. ഉപ്പയാണത്ര ഉപ്പ. എന്തൊരു സൗണ്ട് കേട്ട്? ഉപ്പിൻ്റെ സൗണ്ട് ഭയങ്കര ഉറക്ക കേട്ടല്ലോ സെഫിൻ്റെ. എന്താ വല്ല പ്രശ്നമായാ? നിങ്ങളെന്താ മിണ്ടാണ്ടിരിക്കുന്നത്? പറയേ. അതൊന്നുമില്ലടേ, ഞാൻ പുറത്ത് പോയപ്പോൾ ഒരു മസാല ദോശ കഴിച്ചു.
അത് കഴിച്ചപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ മസാല ദോശ. അപ്പോൾ 2 പാർസലാക്കിയിട്ട് വന്നു. അപ്പോൾ നീ ഇവിടെ ഇല്ല, അപ്പോൾ അവരിക്കുന്നുണ്ടപ്പോൾ ഞാൻ കൊടുത്തു. മസാല കഴിച്ചിട്ട് കഴിച്ചതുകൊണ്ട് അവിടെ ഒറ്റടിയിട്ട് പോയി. അത് ഞാൻ വിളിച്ച് തട്ടിങ്ങനെ കളയായിരുന്നു. അപ്പോൾ നീ വന്നു. അങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാൻ? എന്താ ഇങ്ങനെ സ്നേഹം കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ മസാല ദോശ വാങ്ങിക്കൊണ്ട് വന്ന് അതിനെടുത്തിട്ട് പെറിയേണ്ട ആവശ്യമില്ല. ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു എന്നറിയോ? ഇവിടെ നിങ്ങൾ ആ പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഉമ്മയുടെ കയ്യിൽ ഏത് പൈസ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല മോനെ, ഉപ്പ മൊബൈൽ കുത്തിവെക്കാൻ വന്നപ്പോൾ നീ ആരോടോ എന്തോ സംസാരിക്കണം. അപ്പോൾ ജനലിൽ കൂടെ നോക്കി. അപ്പോൾ ഈ പൈസയാണ് തോന്നുന്നുണ്ട്. അവന് ഞാൻ കൊടുത്താൽ മേടിക്കില്ലെന്ന്, നീ കൊണ്ട് കൊടുക്ക്, ഞാൻ തന്നെന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, അത് ഞാൻ ഇപ്പം തന്നാണ് മോനെ, നിനക്ക് തരാൻ പറഞ്ഞിട്ട് എന്ന് ഞാൻ പറഞ്ഞ്. നീ ആരോടോ ചോദിക്കുന്നത് ഇപ്പം കണ്ടപ്പോൾ ഇന്ന് അവനിത് കൊടുക്കുന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് ഒറ്റ എന്താ സംഭവം എന്നറിയാം. അവന് ഒന്നാമത്തെ സ്വന്തം ഉപ്പയല്ലല്ലോ. ഉപ്പയായിട്ട് സംസാരിക്കാതിരുന്നെങ്കിൽ അവൻ്റെ ഉപ്പ മരിച്ചിട്ട് പിന്നെ അതൊരു ചിന്തയായി. പിന്നെ നമ്മളൊരു ഒരാളെ കല്യാണം കഴിച്ചെന്നല്ലോ. അപ്പൊ ഉപ്പയായിട്ട് സങ്കല്പിക്കാൻ കുറച്ച് താമസം വരും. അവന്റെ ഉണ്ടെങ്കിൽ പോലും അവനക്ക് ഇത്ര സുഖമില്ല. നിങ്ങൾ അതുപോലെ അവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? വടിയെടുത്ത് അടിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. നമ്മൾ സ്നേഹം കൊടുക്കുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ടല്ലോ സ്നേഹം കൊടുക്കണം. പക്ഷെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ എന്താ ചെയ്യുക? ഞാൻ ഇടയിൽ കടന്നിട്ട് ഇതാകാണ്. ഉമ്മ എന്തിനു കല്യാണം കഴിച്ച്? ഉമ്മാട് ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് റൂമിൽ വെച്ചിട്ട് എന്തായിരുന്നു അങ്കന്നറിയാം. നിങ്ങൾ പുറത്തേക്ക് പോയിക്കായിരുന്നപ്പോൾ എനിക്ക് പൈസ തന്നിട്ട് നിങ്ങൾ പോയില്ലേ? അപ്പം പറയാ എന്തായിരുന്നു? വേണ്ട, എനിക്ക് അയാളെ വേണ്ട, അയാളെ പറഞ്ഞാക്കിന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യാൻ? അവൻ്റെ ഒരു സമാധാനമില്ലേ കുടുംബത്തിൽ? കുട്ടീനെ വെച്ചിട്ടല്ലാണ്ട് നിങ്ങളെ വെച്ചിട്ട് എനിക്ക് ഒരു ഇതുമില്ല. നിങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ ഒരു സ്വർഗം കിട്ടിയ പോലെ, അവനിക്കായാലും എനിക്കായാലും ഒക്കെ. അതുവരെ എന്തോരം ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം അവൻ്റെ ഉപ്പാനെ വെച്ചിട്ട്. ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ കൂട്ടുകാരന്മാർക്ക് പറയുന്നുണ്ടാവും, രണ്ടാളുപ്പ വന്നിട്ട് അങ്ങനെ അത് ഇഷ്ടപ്പെടാണ്ടൊക്കെ ആവും. കുട്ടി അതൊന്നും കാര്യാക്കണ്ട, എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകണല്ലോ. ശരിയാവും. അതൊക്കെ വിട് പോട്ടെ. ഇത് അവന് ഫുഡ് കൊടുക്ക്, നീയും കൂടെ കഴിക്കരുത്. മസാല ദോശ ഇഷ്ടമാണല്ലോ. എന്തെങ്കിലുമൊക്കെ പറയണത് കേട്ടിട്ട് ഞാനാണെങ്കിൽ എനിക്ക് സങ്കടമൊന്നും അതിനെ പറ്റിട്ട്. അല്ല, അതൊക്കെ ഞാൻ നിങ്ങളോടും പറയുന്നുണ്ട്. എൻ്റെ മോൻ കാണിക്കുന്നതൊക്കെ നിങ്ങളതൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. എന്തെങ്കിലും ഒരു ദിവസം ഉപ്പാന്ന് പറഞ്ഞിട്ട് വരും. അത് വരും. നിങ്ങളെ മോൻ തന്നെ നിങ്ങള് മനസ്സിലാകാൻ പഠിച്ചവനോട് ദുആ ചെയ്യാം. നീ പോയിട്ട് ഒരു ചായ വെക്ക്, തലവേദന. സമാധാനം ഇല്ല. ഞാനിവിടെ ഇരിക്കണോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. ഇവിടെ ഇരിക്കാണ്ടിരുന്നാ പോരെ? പ്രശ്നക്കാരനെ ഞാനിവിടെ ഇരിക്കുമ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആരംഭിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ, അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും. ഞാൻ എവിടേക്കാന്നാ? ഞാനിവിടെ നിൽക്കുമ്പോ എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ. ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ എവിടേക്കെങ്കിലും പോവാ. ഇവിടെ നിൽക്കുമ്പോഴാണ് ഉപ്പ വിളിക്കുന്നു, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം പറഞ്ഞിട്ട് ഓരോരോ പ്രശ്നങ്ങള്. എനിക്ക് വയ്യ. ഇത് എൻ്റെ ഉപ്പ ഉണ്ടാക്കിയതാണെങ്കിലും എന്നെ എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ദ്രോഹിക്കണത്? എത്ര കാലമായി ഞാൻ ഇതിങ്ങനെ സഹിക്കണത്? എൻ്റെ സ്വന്തം ഉപ്പ ഇല്ലെങ്കിലും ഉമ്മ പറഞ്ഞു ഉപ്പ വിളിക്കും, നിന്നെ ചെറുപ്പം വരെ നോക്കിയത്, നിന്നെ പഠിപ്പിച്ചത്, നിന്നെ വലുതാക്കിയത് അങ്ങോരാണ്, അതുകൊണ്ട് നീ ഞാൻ ഉപ്പ വിളിക്കും. എന്നെ കൊണ്ട് ഒരിക്കലും അവനെ വിളിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ഉപ്പ മരിച്ചുപോയി, വേറെ ആളെ എനിക്ക് കാണാൻ പറ്റില്ല. മോനെ എവിടുക്ക പോണ്? എവിടുക്കട പോണ്? എന്തെങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നു മോനെ? വാക്ക് കേട്ടിട്ടാണ് നീ നിന്റെ സ്വയബോധം കൊണ്ടല്ല നീ. നിനക്ക് ആരോ പിരിവെച്ച് തരുന്നുണ്ട് മോനെ. നീ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാനാണ് അതൊക്കെ പറഞ്ഞത്. പിരിവെച്ചതല്ലമ്മ, എന്റെ മനസ്സിന് എനിക്ക് തോന്നണതല്ല ഞാൻ പറയണത്. എത്ര ഒരു വേറൊരാളെ പോയിട്ട് ഞാൻ എന്റെ ഉപ്പാന്ന് വിളിക്കുക, എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് എനിക്കൊന്നത് കണ്ണെടുത്താ കണ്ടുകൂടാ. എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയാം. പുറത്തൊക്കെ പോകുമ്പോ കൂട്ടുകാരന്മാരെ ഓരോന്നും ചോദിക്കുക, നിന്റെ രണ്ടാനിപ്പ വാങ്ങി തന്ന ഡ്രസ്സാണോ, നിന്റെ രണ്ടാനിപ്പ വാങ്ങി തന്ന ചെരുപ്പാണോ? അപ്പൊ എന്റെ കളിയാക്കൽ കൊണ്ട് മടുത്തു. ഇവിടെ നിക്കണോണ്ടല്ലേ പ്രശ്നം. ഞാൻ എന്റെ പാട് നോക്കി പോവാ. ഉമ്മ മിണ്ടാണ്ടിക്ക്, ഉമ്മ മാറി നിക്ക്. മോനവിടെ നിന്ന് എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടി പറയണതാ. അതെ, മോനും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. പോകേണ്ടത് ഞാനല്ലേ ഇവിടുത്തെ പ്രശ്നക്കാരൻ. എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാലോ, ഞാനും അവിടുത്തെ പ്രശ്നക്കാരൻ. അത് കാരണം ഞാൻ ഇവിടുന്ന് പൊക്കോളാം. മോന് എന്റെ ചെല്ലിയിൽ ഇവിടുന്ന് ആരും പോകാൻ നിൽക്കണ്ട. മോന് എത്രത്തോളം വളർന്നില്ലേ? അവൻ എന്നും ഉപ്പാന്റെ വീട്. ഞാനും വലിഞ്ഞേരി വന്നവനാ. എനിക്കിവിടെ സീറ്റില്ല എന്നറിയാം. എന്നായാലും മോന്റെ വീട് തന്നെയാണ്, നിങ്ങളുടെ രണ്ടാളുടെ വീട് തന്നെയാണ്.
എന്നെ ഉദ്ദേശിച്ച് നിങ്ങൾ ആരും ബേജാറപ്പെടണ്ട, ഞാൻ പൊക്കോളാം അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. നീ ഈ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. അവൻ നിന്നെ വലിയ കുട്ടിയായില്ലേ, ഇപ്പൊ ചെറിയ കുട്ടിയൊന്നും അല്ല. നിന്നെ നോക്കാനുള്ള തൻ്റെ ഇടം കൊണ്ടും എല്ലാ ബുദ്ധിയുണ്ട്. എനിക്ക് എന്നെ ബുദ്ധി പറഞ്ഞു തരുന്നില്ലേ? പിന്നെ എനിക്ക് ഇവിടെ ആവശ്യമില്ല. ഞാൻ വലിഞ്ഞേറി വന്നവനാണ്. എന്നിട്ട് നിങ്ങൾ പിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. പോകേണ്ടവൻ ഞാൻ പൊക്കോളാം. അതും വേണ്ടിട്ട് നീ കരയൊന്നും വേണ്ട. പൊന്നു പോലെ നോക്കും. നിന്റെ മോനല്ലേ, അവൻ നോക്കിയാൽ ഒന്ന് ഫോൺ അടിച്ചാൽ മതി. ഞാൻ വന്ന് ഇവിടെ അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ പറഞ്ഞു കേട്ടിട്ടാണ് നിങ്ങൾ ഒപ്പത്തുള്ളാൻ നിക്കണ്. അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളും ഞങ്ങളെ വിട്ടിട്ട് പോവാൻ നിക്ക എന്താ വലിയ ഇതല്ല. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതാ. അതിന് പോയാലും വിളിപ്പുറത്തുണ്ടാവും ഞാന്. അതേ അകലൊന്നും പോകില്ല. കുറച്ച് ദിവസം ഇങ്ങനെ മാറി നിൽക്കട്ടെ. അപ്പൊ പിന്നെ ചേർന്നിട്ട് പിന്നെ വിളിക്കണം തോന്നിക്കഴിഞ്ഞാൽ മോനെ വിളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി. ഞാൻ വരുന്നുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. ഓ മതി നിങ്ങൾ രണ്ടുപേര് നാടകം കളി. അതെ, ഇതിനൊരു തീരുമാനമാക്കാണ്ടേ ഇന്ന് ഇവിടുന്ന് ഞാൻ അനങ്ങില്ല. ഒന്നില്ലെങ്കിൽ ഇയാൾ ഇവിടുന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോകണം. എന്താണെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞോ, ഇപ്പൊ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഞാൻ തല്ലുകൂടാൻ നിൽക്കണമെന്നില്ല. ഞാൻ പോകില്ല. നിങ്ങൾ രണ്ടാമത് സന്തോഷത്തോടെ ഇരുന്നു. അതാണ് നല്ലത്. കാലാകാലമായിട്ട് ഞാൻ എന്റെ ഉമ്മാർത്ത് പറയണതാണ്, ഇങ്ങോരെ എന്താ അധികാരത്തിലാണ് ഇവിടെ കിടന്നിട്ട് എന്റെ അടുത്ത് ഓരോന്ന് പറയാനും പിടിക്കാനും ഒക്കെ നിൽക്കണതെന്ന്. ഇങ്ങനത്തെ ഒരാളെ ഞാൻ ഉപ്പാന്ന് മനസ്സിൽ കരുതിയിട്ടില്ല. പിന്നെ എങ്ങനെയാ ഉപ്പ വിളിക്കുന്നു പറയാ? എന്നെ കൊണ്ട് പറ്റില്ല. അത് പോയാൽ നല്ലത്. ഞാൻ മുഖത്ത് നോക്കി പറയൊന്നുമില്ല. ഞാൻ പോവാ. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ സന്തോഷമായിരുന്നാൽ മതി. എനിക്ക് കണ്ടാൽ മതി. അത് എന്നെ ചൊല്ലി നിങ്ങൾ തല്ലുകൂടാൻ നിൽക്കണ്ട. ഞാൻ പോവാ. ഉമ്മ ഒന്നും മിണ്ടായിരുന്നേ, പോണവര് പോട്ടെ, മിണ്ടാണ്ടിക്ക്. ഇല്ല, നിങ്ങളിരുന്നോ. ഞാൻ എന്തായാലും ശരിയാവില്ല. നിങ്ങൾ നന്നായിരിക്കും. നിങ്ങൾക്ക് സന്തോഷമാണ് എൻ്റെ സന്തോഷം. നന്നായിരിക്കും. ഞാൻ പോയിട്ട് വരാം. പിന്നെ എൻ്റെ ഉമ്മാനെ നന്നായി നോക്കിക്കോ. ഞാൻ അത്രയും സങ്കടം കൊണ്ട് എൻ്റെ മനസ്സ് ഉരുകിയിട്ടാണ് ഞാൻ പോണത് ഉമ്മാനെ അരിച്ചിട്ട്. അത് പൊന്നുപോലെ നോക്കണം. അതിനെന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എനിക്ക് ഭയങ്കര എന്റെ ഉമ്മാനെ നോക്കാനേ എനിക്കറിയാം. ഉമ്മ ഇങ്ങോട്ട് വന്നേ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. എന്റെ ഉമ്മാനെ എങ്ങനെ നോക്കണം എന്ന് എനിക്കറിയാം.